സയ്യിദനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങി സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ പ്രമുഖന്മാരെ മുഴുവനും നമ്മൾ അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അവർ ഏറ്റവും വലിയ വിനയത്തിന്റെ ഉടമകളായിരുന്നു. ഏറ്റവും വലിയ വിനയത്തിന്റെ ഉടമകളായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പണി എന്താണെന്നറിയോ? പാവപ്പെട്ട വീട്ടിലൊക്കെ ഈ ഒരുപാട് ആടുകളൊക്കെ ഉള്ള വീട്ടിലൊക്കെ പോയി ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ കറന്നിട്ട് അതിന്റെ പാൽ അവർക്ക് കൊടുക്കുക. അഥവാ അവരൊക്കെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ ആടിനെ കറക്കാൻ ആളില്ലാത്ത വീട്ടിൽ പോയി ആടിനെ കറന്നിട്ട് പാല് എടുത്തു കൊടുക്കുക, ഒട്ടകത്തിന് തീറ്റ കൊണ്ട് ഇട്ട് കൊടുക്കുക, ഒട്ടകത്തിന് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള പണി കൂലിക്കല്ലട്ടോ, ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പൊതുസേവകനായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായല്ലോ, ഇസ്ലാമിൽ ഒന്നാമത്തെ ഖലീഫയായി. അതിനുശേഷം ആളുകൾ പറഞ്ഞു എത്രേ, ഇനിയിപ്പോ സിദ്ദീഖ് വരലുണ്ടാവൂല, ഇനി സിദ്ദീഖ് തങ്ങള് വരൂല, ഇനി പാല് നമ്മൾ തന്നെ കറക്കേണ്ടി വരും, ഇനി ഒട്ടകത്തിന് തീറ്റ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും, ഇനി ഒട്ടകത്തെ നമ്മൾ തന്നെ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകേണ്ടി വരും, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇനി പ്രതീക്ഷിക്കണ്ട എന്ന് ആളുകൾ പറഞ്ഞു. പക്ഷേ ഇസ്ലാമിക ഖലീഫയായതിന്റെ ആദ്യത്തെ ദിവസം ഏതൊരു സമയത്താണോ ഒട്ടകത്തെ മേക്കാൻ ആട്ടിൻകൂട്ടങ്ങളുടെ പാല് കറക്കാൻ താൻ പോവാറുള്ളത്, ആ സമയമായപ്പോൾ ആ വീടുകളിലെല്ലാം വന്നു സയ്യിദുനാ അബൂബക്കർ മദീനയുടെ ഖലീഫയായപ്പോഴും മദീനയുടെ അധികാരിയായപ്പോഴും താൻ ചെയ്തിരുന്ന സേവന പ്രവർത്തനങ്ങളെ